കേന്ദ്ര ബജറ്റിൽ കേരളം ഒന്നാമത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനായി പ്രത്യേക പരിഗണനയോ പ്രഖ്യാപനമോ ഉണ്ടായില്ലെങ്കിലും സംസ്ഥാനം രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്നതിന്റെ ഒരു ചിത്രമുണ്ട്. അത് വീട്ടാവശ്യത്തിന്, അതായത് ഭക്ഷണാവശ്യത്തിന് പണം ചെലവഴിക്കുന്ന കാര്യത്തിലാണ്. ഗ്രാമീണനും നഗരവാസിയും വീട്ടാവശ്യത്തിന് പണം ചെലവഴിക്കുന്നതിൽ ഏറ്റവും കുറവ് അന്തരമുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഗ്രാമീണൻ 6611 രൂപ ഭക്ഷണാവശ്യത്തിനായി ചെലവഴിക്കുമ്പോൾ സംസ്ഥാനത്തെ നഗരവാസി 7783 രൂപയാണ് ചെലവിടുന്നത്. വ്യത്യാസം 1172 രൂപ. അതായത് ഗ്രാമ നഗര ചെലവാക്കലിലെ അന്തരം കേവലം 18% മാത്രം. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ ബജറ്റ് രേഖയാണിത്. ഉപഭോക്തൃ സംസ്ഥാനമെന്ന് ഉറച്ച പദവിയുള്ള കേരളത്തിന്റെ കാര്യത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നഗരവിപണിയോടൊപ്പം ഗ്രാമീണ വിപണിയും അതിവേഗം മുന്നേറുന്നു എന്നതാണ്. മെട്രോ നഗരത്തിലെ മാളുകളിൽ മാത്രം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഉൽപ്പന്നം ഇന്ന് ചെറിയ ഗ്രാമങ്ങളിലെ കുടുസുമുറി കടകളിലും ലഭ്യമാണ്. കേരളത്തിൽ ഗ്രാമങ്ങൾ അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പണം ചെലവാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അന്തരമുള്ളത് തെലങ്കാനയിലാണ്. ഭക്ഷണ ആവശ്യത്തിനായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന നഗരവാസിയും തെലങ്കാനയിൽ തന്നെ. 8978 രൂപയാണ് തെലങ്കാന നഗരവാസി ചെലവാക്കുന്നത്. ഇവിടെ ഗ്രാമീണനാകട്ടെ ചെലവാക്കുന്നത് 5435 രൂപയും. അന്തരം 3543 രൂപ. വലിയ അന്തരമുള്ള അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇവിടെ നഗരവാസി 7363 രൂപ ചെലവാക്കുമ്പോൾ ഗ്രാമീണൻ 4145 രൂപ ചെലവാക്കുന്നു. അതായത് അന്തരം 3218 രൂപ. കർണാടകയിൽ ഈ അന്തരം, അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥ 3171 രൂപയും ഗുജറാത്തിൽ 3059 രൂപയുമാണ്. തെലങ്കാന കഴിഞ്ഞാൽ നഗരവാസി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഹരിയാനയിൽ അന്തരം 3051 രൂപയാണ്. ചെലവാക്കുന്ന കാര്യത്തിൽ കേരളത്തോട് അടുത്തുള്ളത് ബീഹാർ മാത്രമാണ്. അവിടെ നഗരവാസി 5080 രൂപയും ഗ്രാമീണൻ 3670 രൂപയും ചെലവാക്കുമ്പോൾ അന്തരം 1410 രൂപയായി ചുരുങ്ങുന്നു. ഇന്ത്യയിൽ നഗര ഗ്രാമ ഭക്ഷണ ചെലവിലുള്ള അന്തരം ഒരു പതിറ്റാണ്ടിനിടെ കുറഞ്ഞു വരുന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം കണക്ക് നിരത്തി പറയുന്നു. 2011-12 നഗരഗ്രാമ ചെലവാക്കൽ അന്തരം 84% 2023-24 70% അത് കുറഞ്ഞു. ഇപ്പോഴത്തെ ദേശീയ ശരാശരി അനുസരിച്ച് ഇന്ത്യയിലെ നഗരവാസി 6996 രൂപ ചെലവാക്കുമ്പോൾ ഗ്രാമീണൻ 4122 രൂപയാണ് ചെലവാക്കുന്നത്. മൊത്തം ഭക്ഷണ ചെലവിൽ തന്നെ സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങൾക്കും ശീതളപാനീയത്തിനുമാണ് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത്. ഇതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയും. ഇവ രണ്ടും കഴിഞ്ഞാൽ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കുമാണ് നിത്യച്ചെലവ് കൂടുതൽ. പച്ചക്കറിക്ക് 3-ാം സ്ഥാനവും മീൻ, ഇറച്ചി, മുട്ട എന്നിവയ്ക്ക് 4-ാം സ്ഥാനമേ ഉള്ളൂ ബജറ്റ് എന്നതും രേഖ വ്യക്തമാക്കുന്നു. പാക്കറ്റിലും ടിന്നിലും അടച്ച ഭക്ഷ്യവസ്തുക്കൾക്ക് അടുക്കളയിൽ മുൻതൂക്കം കിട്ടുമ്പോൾ ഈ ചെലവിലെ മുഴുവൻ വിഹിതവും ഒഴുകുന്നത് കോർപ്പറേറ്റ് കമ്പനികളിലേക്ക് മാത്രമാണ് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുക്കള വിപണി എന്ന് പറയുന്നത് അതിവേഗം വിറ്റഴിയുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടേതാണ്. അതായത് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് എന്ന FMCG വിപണി. ടിന്നിലും കവറിലും വരുന്ന ബിസ്ക്കറ്റും നൂഡിൽസും മുതൽ നാപ്കിൻ വരെ ഈ വിപണിയുടേതാണ്. മിന്നൽ വേഗത്തിൽ വളരുന്ന ഈ വിപണി രാജ്യത്തെ മധ്യവർഗത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ നേർചിത്രവുമായിരുന്നു. മക്കളോടൊപ്പം ഷോപ്പിംഗ് മാളിലെത്തി ട്രോളി ഉരുട്ടി ഷെൽഫുകൾക്കിടയിലൂടെ സാധനങ്ങൾ വലിച്ചെടുത്ത് നീങ്ങുന്ന കുടുംബചിത്രം ആരും മറക്കില്ല. എന്നാൽ ഈ വിപണിക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ മാന്ദ്യം കാട്ടിത്തുടങ്ങി. FMCGയിലെ വമ്പന്മാരായ യൂണിലിവറിന് 2023 ഇതേ കാലത്തേക്കാൾ വിൽപ്പനയിൽ 4% ഇടിവുണ്ടായി കഴിഞ്ഞ വർഷം. ഇക്കാര്യം തുറന്നു പറഞ്ഞ കമ്പനി CEO ഇന്ത്യയിൽ മധ്യവർഗം ഞെരുങ്ങുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. പിന്നാലെ നെസ്ലെ, ITC, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ കമ്പനികളുടെ മേധാവികളും ഇതേ കാര്യം ആവർത്തിച്ചു. ഇങ്ങനെ വിപണി ഞെരുങ്ങാൻ കാരണം മധ്യവർഗത്തിന്റെ പക്കൽ പണം ഇല്ലാത്തതാണെന്നും അതിനു കാരണം മുടിഞ്ഞ നികുതിയാണെന്നും വ്യാഖ്യാനമുണ്ടായി. കഴിഞ്ഞ GST കൗൺസിലിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പോപ്കോണിനും നികുതി ഏർപ്പെടുത്തുന്നതിനെപ്പറ്റി പറഞ്ഞതോടെ രംഗം കലുഷിതമായി. ബ്രാൻഡില്ലാത്ത പോപ്കോണിന് 5%, ബ്രാൻഡിന് 12%, കാരമലൈസ് ചെയ്ത പോപ്കോണിന് 18% നികുതി എന്നായിരുന്നു നിർമ്മല പറഞ്ഞത്.
അതോടെ വസൂലിമാമ വരുന്നേ എന്ന മുന്നറിയിപ്പോടെ സോഷ്യൽ മീഡിയയിൽ കളിയാക്കലുമേറി. അത് എന്തുതന്നെയായാലും കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തിയതിന് പ്രധാന കാരണം വിപണിയിലെ മാന്ദ്യം തന്നെയായിരുന്നു. മാസം 1 ലക്ഷം രൂപ വരുമാനമുള്ളയാൾ നികുതി വലയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നികുതി ഇനത്തിൽ പോകേണ്ടി വരുന്ന 80,000 രൂപ കൂടി കയ്യിലെത്തുന്നു. ഇങ്ങനെ ജനത്തിന്റെ പക്കൽ പണം എത്തുമ്പോൾ അത് വിപണിയിലേക്ക് പോകും. അവിടെ നിന്ന് നികുതിയായി സർക്കാരിലേക്കും വരുമല്ലോ എന്നതാണ് സാമാന്യ ബുദ്ധി. എന്നാൽ ഇന്ത്യയിൽ ആകെ ജനസംഖ്യയിൽ ആദായ നികുതി അടയ്ക്കുന്നവർ 3% മാത്രമാണ്. അതിൽ 12 ലക്ഷത്തിന് ഇളവ് കിട്ടുന്നത് 1 കോടി ചിൽവാനത്തിനും. അവരിലൂടെ മാത്രം സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗം കൂട്ടാമോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായ ഉത്തരമുണ്ട്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എല്ലാ ബജറ്റും ഖജനാവിലേക്ക് പണം വരുത്തുന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഈ ബജറ്റ് ജനങ്ങളുടെ കൈകളിലേക്ക് എങ്ങനെ പണം എത്തിക്കാമെന്നാണ് ആലോചിച്ചത് എന്ന്. ഇന്ത്യയിലെ മധ്യവർഗം എത്ര ശതമാനമെന്ന് കൃത്യമായ ഉത്തരമില്ല. 33% വരെയെന്ന് ഒരു കണക്ക് കേട്ടു. എന്നാൽ അത് എത്രയായാലും വോട്ട് ബാങ്കാണ് മധ്യവർഗമെന്നും അവരെ കൈവിട്ടൊരു കളിയുമില്ലെന്ന് BJP ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുന്നു. ഈ വർഷം ഡൽഹിയിലും ബീഹാറിലും മാത്രമേ മധ്യവർഗ വോട്ട് ബാങ്കിനെ ആശ്രയിക്കേണ്ടി വരുന്നുള്ളൂ എങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും വിപണിയുടെ ചലനവും അങ്ങനെയൊന്നും തള്ളിക്കളയാവുന്ന കാര്യമല്ല.